ഇഷ്യൂസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളൊരു കാര്യത്തിനകത്ത് ആവേശത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഉന്നയിക്കുന്ന ഇഷ്യൂ സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതല്ല. അതുപോലുള്ള കാര്യമായതുകൊണ്ട് ജനങ്ങൾക്കും താല്പര്യമാണ്. ജനങ്ങളുടെ താല്പര്യം കാണുമ്പോൾ നമ്മളും അറിയാതെ തന്നെ ആവേശത്തിലാകും. അതുകൊണ്ട് ഒരു ഇഞ്ച് പോലും നമുക്ക് പുറകോട്ട് പോകാൻ പറ്റാതെ വരും. ഞങ്ങൾ രണ്ട് രൂപത്തിലുള്ള സമീപനം എടുത്തിട്ടുണ്ട്. ഒന്ന്, ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി ഒരു പൊരുതുന്ന ഒരു മുഖം, അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ ക്രിയാത്മകമായ ഒരു നിലപാട് കൂടി എടുത്ത് പോകുക. ഇപ്പോൾ ഓണത്തിനൊരു പറഞ്ഞല്ല, ഞങ്ങൾ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് ഉണ്ടായിരുന്നത്. പ്രപ്പോസൽ വെച്ചു. ആരെ പ്രപ്പോസൽ? ശ്രീ എം എൻ ഗോവിന്ദൻ നായരെ പോലെയുള്ള പരിണിതപ്രജ്ഞനായ ഒരു മന്ത്രി, അദ്ദേഹം വെച്ച പ്രപ്പോസലാണ്. ഞങ്ങൾ ആ പ്രപ്പോസലിനോട് പോസിറ്റീവായി പ്രതികരിച്ചു എന്ന് മാത്രമല്ല, അതിനുള്ള സാഹചര്യങ്ങളും നന്നായി വന്നു. MKK നായർ എന്ന FSCTയുടെ ചെയർമാനാണ്. അദ്ദേഹം ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വിത്തായി, വളമായി, സാഹചര്യങ്ങളായി ഞങ്ങളെല്ലാം കൂടി അത് കോർഡിനേറ്റ് ചെയ്തു. ആ കോർഡിനേഷൻ കേരളത്തിൽ വിദ്യാർത്ഥി സംഘടന രംഗത്ത് ഒരു ഡീവിയേഷനായിരുന്നു, ഒരു പോസിറ്റീവായ ഡീവിയേഷൻ. അങ്ങനെ ഞങ്ങൾ വയലിൽ നിന്ന് കൊണ്ടുവന്ന എൻവയർമെൻറ്റ് അത് കേരളത്തിൽ അപ്പാടെ അംഗീകരിച്ചു.